رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى فهو مؤمن فلنحيينه حياة طيبة. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് ചൊരിയപ്പെട്ട വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലേക്കുള്ള കാൽവെപ്പിൻ്റെ ഒരുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇബാദത്തുകൾ കൊണ്ട് ഈ റമദാനിനെ സജീവമാക്കണമെന്ന് തീരുമാനിച്ചു നിൽക്കുന്ന ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി എണ്ണിപ്പഠിപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠമായ മാസങ്ങളിലെ ഒരു മാസമാണ് റമദാൻ എന്ന ധാരണയിൽ കൃത്യമായ അതിൻ്റെ ഒരുക്കത്തിൽ മുന്നോട്ട് പോവുകയാണ് നമ്മൾ. വീടുകളും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി പള്ളിയും അതിൻ്റെ തീർത്തുവെക്കേണ്ട ന്യൂനതകളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മുടെ വീടിനൊക്കെ ശുദ്ധീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് മനസ്സുകൊണ്ടും ഇബാദത്ത് കൊണ്ടും റമദാനിനു വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ റമദാനിലേക്കുള്ള മുന്നൊരുക്കം നടത്തുന്നത് സ്വഹാബികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ശഅബാനിനെ അവർ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ ശഅബാനിനെ നമ്മൾ ഏത് രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് സ്വയം നമ്മുടെ കൽബിനോടൊരു പരിശോധന നമ്മൾ നടത്തൽ അനിവാര്യമാണ്. ഇസ്ലാമിക ചരിത്രങ്ങളെടുത്ത് പരിശോധിക്കുന്നിടത്ത് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സ്വഹാബത്ത് പഠിപ്പിക്കുന്നത് ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമലുകൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. അതിൽ നോമ്പിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത്
ദാലിക ഷഹ്റുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹദ്ദസന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ലം അറാക തസൂമു മിൻ ഷഹ്റിൻ മിൻ ശുഹൂരി മാ തസൂമു ഫീ ശഅബാൻ, മറ്റു മാസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പിനെ വർദ്ധിപ്പിക്കാൻ കാരണം എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. സുപ്രധാനമായ 2 കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തുന്നുണ്ട് സ്വഹാബത്തിനെ. ശഅബാൻ മാസത്തിൻ്റെ ഫളലുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും പണ്ഡിതന്മാർ വിവരിക്കുന്നിടത്ത് സ്വഹാബത്ത്, അള്ളാഹിൻ്റെ റസൂലും സ്വഹാബികളും അതിനെ കണ്ടിരുന്ന രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചോദ്യം റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി ഒന്ന്, ദാലിക ഷഹ്റുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ സംബന്ധിച്ച്, ഈ മാസം യഗ്ഫലുന്നാസു അൻഹു ബൈന റജബിൻ വറമളാൻ, റമളാനിൻ്റെയും റജബിൻ്റെയും ഇടക്ക് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് റജബെങ്കിൽ ആ റജബിൻ്റെയും റമളാനിൻ്റെയും ഇടക്കുള്ള ശഅബാനിനെ ആളുകൾ ഗഫലത്തിലാക്കി കളയാൻ സാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹ് ആ മാസത്തിൽ പ്രത്യേകമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും സ്വഹാബത്തിനെ കൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഈ ശഅബാൻ മാസം കടന്നു വരുമ്പോൾ റസൂലുള്ളാഹ് മിക്കവാറും ദിവസങ്ങളിൽ റസൂലുള്ളാഹ് ചില ദിവസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ റസൂലുള്ളാഹ് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. അവിടെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് വർദ്ധിപ്പിച്ച മാസം ശഅബാനാണ്. ഫർളായ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹ് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം എന്ന് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് സ്വഹാബത്തെ എണ്ണി പഠിപ്പിച്ചത് ശഅബാനാണ്. അപ്പം അതിൽ ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ്. കാരണം റജബിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മാസങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ റജബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശഅബാൻ കഴിഞ്ഞ് റമളാനും ഫളലുള്ള ശ്രേഷ്ഠതയുള്ള മാസമാണ്. എന്നാൽ ശഅബാനിന് ശ്രേഷ്ഠത ഉണ്ടോ? ഉണ്ട്. ഈ 2 റജബിൻ്റെയും റമളാനിൻ്റെയും ശ്രദ്ധയിൽ ആളുകൾ എന്താവും? ശഅബാനിൽ നിന്ന് ആളുകൾ മറന്നുപോകും, ഗഫലത്തിലായി പോകും. അതുകൊണ്ട് അവിടെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് റമളാനിലേക്കുള്ളൊരു മുന്നൊരുക്കം നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയാണ്. ശരിക്ക് ശഅബാനിലെ ഇബാദത്ത് എന്നുള്ളത് റമളാനിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ്. ഇവിടെ ശൈത്വാൻ നമ്മളെ കൽബിന് ഇട്ടു തരുന്നൊരു വിചാരമുണ്ട്. അതെന്താണെന്നറിയോ? ഞാനിപ്പോൾ ഈ ശഅബാൻ മാസത്തിൽ ഞാൻ നോമ്പനുഷ്ഠിച്ചാൽ റമളാനിൽ ഞാൻ ക്ഷീണിതനായി പോകുമോ എന്നൊരു ബോധം, അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് ശൈത്താൻ കടത്തിക്കൂട്ടുകയാണ്. ശരിക്ക് അങ്ങനെയല്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നു, നേരം വെളുത്തയാൾ എഴുന്നേറ്റ് ആദ്യം തന്നെ പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് അയാൾ തുടങ്ങുന്നതെങ്കിൽ, ഇബാദത്ത് കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ, അന്നത്തെ ദിവസം മുഴുവനും അയാൾ ഉന്മേഷത്തിലായിരിക്കുന്ന. ഇബാദത്ത് കൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ, ഇബാദത്ത് കൊണ്ട് ഒരു സുബഹിൻ്റെ ജമാഅത്ത് കൊണ്ടൊരു ദിവസം തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഇബാദത്ത് കൊണ്ടാണ് ഒരാൾ പ്രാർത്ഥന കൊണ്ട്, നിസ്കാരം കൊണ്ടൊക്കെ ഒരു ദിവസം തുടക്കം കുറിക്കുന്ന. നേരത്തെ എഴുന്നേറ്റ് നിസ്കരിച്ച് ആ ദിവസത്തിലേക്ക് കണ്ട് പ്രവേശിക്കുകയാണെങ്കിൽ ആ ദിവസം അയാൾക്കൊരു ഉന്മേഷം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ഇവിടെ നോക്കി, നിങ്ങളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി ശഅബാനിനെ ഉപയോഗപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് കാരണമായി ഫളിലായി റസൂലുള്ളാഹി എണ്ണിയ റമളാനിലേക്ക് ഒരാൾ കാലെടുത്ത് വെക്കുമ്പോൾ ശരിക്ക് അശ്രദ്ധയല്ല ഉണ്ടാകുന്നത്, ഉന്മേഷമാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ക്ഷീണമല്ല ഉണ്ടാകുന്നത്, ഉന്മേഷമാണ് ഉണ്ടാകുന്നത്. അല്ലേ? തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. വമൻ യത്തഖില്ലാഹ, ആരാണോ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, അവൻ മിൻ അംരിഹി യുസ്റാ, അവൻ്റെ ജീവിതത്തിൻ്റെ ക്ഷീണവും പ്രയാസവും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഒരാൾ കൂടുതൽ ഇബാദത്ത് ചെയ്തു സൂക്ഷ്മത കാണിച്ചു എന്നതുകൊണ്ട് അയാൾ ക്ഷീണിക്കല്ല ചെയ്യുക.
അള്ളാഹു അയാളുടെ ജീവിതം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ശഅബാനിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ കാരണം റസൂലുള്ളാഹി പറഞ്ഞത് ആളുകൾ ഗഫലത്തിലായി പോകുന്ന മാസമാണ്. നിർത്തിയില്ല റസൂലുള്ളാഹി തുടർന്ന് പറഞ്ഞു, വഹുവ ശഹ്റുൻ, ഈ മാസത്തിന്റെ പ്രത്യേകത, ശഅബാനിന്റെ പ്രത്യേകത, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. തുർഫഉ ഫീഹിൽ അഅമാൽ, അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഇലാ റബ്ബിൽ ആലമീൻ, സൃഷ്ടാവായ റബ്ബിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. സൃഷ്ടിച്ച നാഥനിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക്, റബ്ബിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ശഅബാനിനെയാണ്. അതുകൊണ്ട് ശഅബാനിൽ റസൂലുള്ളാഹി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കൽപ്പിച്ചു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമായി റസൂലുള്ളാഹി എണ്ണിയത് ശഅബാനിലെ ഇബാദത്തുകളാണ്. നമുക്ക് കാണാം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുകയാണ്, റബ്ബിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമായതുകൊണ്ട് ഫഅഹബ്ബു അൻ തുർഫഉ അമലിൻ അന സ്വായിം വ അന സ്വായിമുൻ, എൻ്റെ അമലുകൾ എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ശഅബാൻ മാസത്തിൽ ഇബാദത്ത് വർദ്ധിപ്പിച്ച് ജീവിക്കുന്ന കാലത്ത് അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. ഏത് സമയത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുക? ആ സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ആലോചിക്കുക. അതൊക്കെ ശഅബാനിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ ഗഫലത്തിലാകാൻ പാടില്ല, ഇവിടെ നമ്മൾ അശ്രദ്ധയിലാകാൻ പാടില്ല. സ്വഹാബികളെ സംബന്ധിച്ച് നമുക്ക് കാണാം സഹോദരങ്ങളെ, അവരവിടെ മാത്രമല്ല പരിശുദ്ധ ഖുർആനുമായി അവർ ബന്ധം സ്ഥാപിക്കാറുണ്ടായിരുന്നു. ശഅബാൻ മാസത്തിൽ ഖുർആനുമായി അവർ കൽബിനെ ബന്ധപ്പെടുത്താറുണ്ടായിരുന്നു. നമുക്ക് കാണാം പണ്ഡിതന്മാർ സ്വഹാബത്തിൻ്റെയും താബീകളുടെയും തബോ താബീകളുടെയും ചരിത്രം വിവരിക്കുന്നിടത്ത് സ്വഹാബത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാം, താബീങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം. അതേ തബോ താബീങ്ങളായ പൂർവികരായ സലഫുകളെ സംബന്ധിച്ച് പറയുകയാണ്, ഷഹ്റു ശഅബാൻ, ശഅബാൻ മാസം കടന്നു വന്നാൽ അവർ വിളിക്കാറുണ്ടായിരുന്നു ഷഹ്റുൽ ഖുർആ, ഇത് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ്. ഇത് ഖുർആൻ ഓതുന്നവരുടെ മാസമാണ് എന്ന് ശഅബാനിനെ അവർ വിളിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഖുർആൻ കൊണ്ടൊക്കെ അടുത്ത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമളാനിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഖുർആനുമായുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ, ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത് പഠിപ്പിക്കുന്നത് കാണാം, വകാന ഹബീബ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുകയാണ്, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം കടന്നു വന്നാൽ അവർ വിളിക്കാറുണ്ടായിരുന്നു, ഖാല ഹാദാ ശഹ്റുൽ ഖുർആ, ഇദാ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസം വന്നെത്തിയിരിക്കുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണിതെന്ന് ശഅബാനിനെ ഹബീബ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വിളിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പോൾ നോക്കി നിങ്ങൾ, ഇവിടെ നമ്മൾ ഗഫലത്തിലാണ്, അശ്രദ്ധയിലായി പോവുകയാണ്. പക്ഷെ ഇവിടെ മുൻഗാമികളായ ആളുകൾ ഈ ശഅബാനിനെ വരുന്നത് ഇത് നോമ്പ് കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടുമൊക്കെ അവർ ശഅബാനിനെ അവർ ശക്തി കൂട്ടി റമളാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം ഇബാദത്ത് കൊണ്ടവർ നടത്താറുണ്ടായിരുന്നു എന്നാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വകാന ഉമർ ഇബ്നുൽ അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ഖൈസുൽ മുലായി, അദ്ദേഹം വിശദീകരിക്കുക, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം കടന്നു വന്നാൽ അഅലഖ ഹാനൂതഹു, അവർ അവരുടെ കടകൾ അടച്ചുപൂട്ടുമായിരുന്നു. കടകളൊക്കെ ഒന്ന് അടച്ചുപൂട്ടി വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിനു വേണ്ടി അവർ കുറച്ച് സമയം മാറ്റിവെക്കാറുണ്ടായിരുന്നു എന്നാണ്. കട അടച്ചിട്ട് പോലും അവരുടെ കച്ചവടം തൽക്കാലം നിർത്തി വെച്ചിട്ട് കുറച്ചേരം ഖുർആൻ ഓതാൻ വേണ്ടി അവർ സമയം മാറ്റി വെക്കാറുണ്ടായിരുന്നു. മുൻഗാമികളെ സംബന്ധിച്ച് പറയാം, ഏത് മാസം വന്നാൽ ശഅബാൻ, ഇദാ ദഖല ശഅബാൻ,
ഷഅബാൻ മാസം വന്നു കഴിഞ്ഞാലും ഷഅബാനിനെ നമ്മൾ റമദാനിന് ഫള് കണ്ട് ഷഅബാനിന് വേണ്ടി വീടൊരുക്കി ഷഅബാൻ മാസത്തിൽ നമ്മൾ വീടുകളും പരിസരമൊക്കെ നന്നാക്കി ഒരു നനച്ചുകുളി എന്നുള്ള പേരിലാണ് നമ്മൾ വീട് ഒരുക്കാറുള്ളത്. അങ്ങനെ തന്നെ പേരും വിളിക്കാറുള്ളത്. അങ്ങനെ തന്നെ ഒരുക്കം എന്ന നിലയ്ക്ക് ചെയ്യാം. പക്ഷെ നനച്ചുളി കണ്ടൊരു ഇബാദത്തൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ അത് കുറ്റമുള്ള കാര്യമാവും. അപ്പോൾ അവിടെ ഒരു ഒരുക്കം നമ്മൾ അവിടെ വീടും പരിസരമൊക്കെ നടത്തുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇബാദത്ത് കൊണ്ടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? റമദാനിലേക്ക് വേണ്ടി ഒരുങ്ങണം എന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. അമല് കൊണ്ട് റമദാനിലേക്ക് ഒരുങ്ങി പുറപ്പെട്ടു പോകാൻ, ജീവിതം നന്നാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. തഖ്വ കൈവരിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ. ആരാണോ അമലുകൾ വർദ്ധിപ്പിക്കുന്നത്, ഏത് കാലത്തും അമലുകളെ വർദ്ധിപ്പിക്കുന്നത്, മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഫഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി അമലുകൾ വർദ്ധിപ്പിക്കുന്നവർക്ക് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവൻ്റെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതാക്കി കൊടുക്കും. ഒരു നല്ല ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാണ് ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം. അതുകൊണ്ട് അമലുകളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇവിടെ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന മാസമാണ് അല്ലേ? ഷഅബാൻ 15 നമ്മളെ നാട്ടിലൊരു പ്രത്യേക ആചാരമൊക്കെ നടത്തി ഒരു പ്രത്യേകമായ ഒരു നോമ്പ് ആളുകൾ നടത്തുകയാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഷഅബാൻ 15 മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചല്ല. നമ്മുടെ നാട്ടിൽ ഷഅബാൻ 15 മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു? ഷഅബാൻ 15 നോമ്പ് എന്നിട്ടൊരു നോമ്പ്, അതിനൊരു പ്രത്യേകത. അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചാൽ അത് ബിദ്അത്താവും. അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചാൽ അത് ബിദ്അത്താവും. നേരെ മറിച്ച് ഷഅബാൻ മാസം മുഴുവനും ഒരാൾ നോമ്പനുഷ്ഠിച്ചു പോരുകയാണ്, ആ കൂട്ടത്തിൽ 15 നോറ്റ് പോവുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? സുന്നത്തിൻ്റെ പ്രതിഫലമുണ്ട്, ഇബാദത്തിൻ്റെ പ്രതിഫലമുണ്ട്. നേരെ മറിച്ച് മറ്റു ദിവസങ്ങളിലൊന്നും നോമ്പെടുക്കാതെ ഷഅബാൻ 15 മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചൊരു നോമ്പ് നോൽക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അത് ബിദ്അത്താണ്. അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ച ആ ദിവസത്തിന് മാത്രം ഒരു ഫദ്ൽ കൽപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ അത് ശ്രദ്ധിക്കുകയും വേണം. ഒരാൾ നോമ്പ് നോറ്റ് പോവുകയാണ്, പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാറുള്ള വ്യക്തി എന്ന നിലക്ക് അയാൾ നോമ്പ് നോൽക്കുകയാണ്. അവിടെ ഷഅബാൻ 15 വന്നു, അപ്പോൾ നോമ്പ് നോൽക്കാം, ആ സുന്നത്തായ നോമ്പ് നോറ്റ് പോകാം. അതേപോലെ തന്നെ മാസം 13, 14, 15 പിന്നെ നോമ്പുകളുണ്ട്. ആ നോമ്പുകൾ നോറ്റ് പോകുന്ന കൂട്ടത്തിൽ 15 വന്നു, നോമ്പ് നോറ്റ് പോകാം, അവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ 15 മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഷഅബാൻ 15 എന്നുകൊണ്ടൊരു പ്രത്യേകത കൽപ്പിച്ചിട്ടുള്ള നോമ്പാകുമ്പോൾ അത് ബിദ്അത്തായി മാറും. ഷഅബാൻ മുഴുവനും ഏത് ദിവസങ്ങളിലും നമുക്ക് അവിടെ ഷഅബാനിൽ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ദിവസങ്ങൾ എന്ന നിലക്ക് അവിടെ എത്ര നോമ്പും നമുക്ക് നോറ്റ് മുന്നോട്ട് പോകാം. ഇബാദത്ത് റമദാനിലേക്ക് വേണ്ടി ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് അതാവാമെന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. അതിനുവേണ്ടി ഷഅബാനിനെ ഉപയോഗപ്പെടുത്തി റമദാനിലേക്ക് വേണ്ട ഒരു മുന്നൊരുക്കം നടത്താൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഈ വരുന്ന 1-2 ആഴ്ചകളിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഇബാദത്ത് കൊണ്ട് ഒരുങ്ങാനുള്ളതൊക്കെ ഒരുങ്ങി ഒന്ന് തർത്തീബാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇബാദത്തുകളുടെ
മഹിമ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വീടും പരിസരവുമൊക്കെ നന്നാക്കുമ്പോൾ പലരും മനസ്സ് നന്നാക്കാൻ മറന്നുപോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അറ്റുപോയ കുടുംബ ബന്ധങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട്, നന്നായിട്ടില്ല. തൗഹീദ് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ശിർക്ക് കലർന്ന വിശ്വാസത്തിൽ മാറ്റമൊന്നുമില്ല. ആ ശിർക്കായിട്ട് തന്നെയാണ് റമദാനിലേക്ക് പ്രവേശിക്കുന്നത്. ഇഖ്ലാസും ഈമാനുമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് നമ്മൾ ഇന്നും പരാജയത്തിലാണ്. അങ്ങനെ തന്നെയാണ് റമദാനിലേക്ക് പ്രവേശിക്കാമെന്ന ധാരണ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് എത്ര പുണ്യമുള്ള കാര്യമാണ്. നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ കാര്യം എന്താ? നോമ്പ് നോക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട്, അവരുടെ പാപം പൊറുക്കും. എങ്ങനെയുള്ള നോമ്പ് എന്നാ? നോമ്പിൻ്റെ നിബന്ധന പറഞ്ഞാൽ എന്താ? മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്താൽ, മൻ സ്വാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ, അത് നിബന്ധന. ഈമാനൻ, ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ഇബാദത്ത് ചെയ്താൽ അപ്പോഴേ അവൻ്റെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈമാനിനെ ശക്തിപ്പെടുത്തണം. വിശ്വാസരംഗത്ത് ശിർക്ക് കലർന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ തിരുത്തണം. അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തുന്ന സ്വഭാവമുണ്ടെങ്കിൽ നിർത്തണം. ശിർക്കൻ വിശ്വാസം പേറിയാണ് ജീവിക്കുന്നതെങ്കിൽ അഖീദ നന്നാവണം സഹോദരങ്ങളെ. കാരണം ഇബാദത്തുകൾ ശിർക്ക് ചെയ്യുന്നവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. പ്രാർത്ഥനകളും ഇബാദത്തുകളും ആരാധനകളും റബ്ബിന് മാത്രം സമർപ്പിക്കുന്നവരായി മാറിയാലേ നമ്മുടെ ഇബാദത്തുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിലയുള്ളൂ. പൊട്ടിയതും ചീഞ്ഞതൊന്നും അല്ലാഹുക്ക് വേണ്ട. തോന്നിയ പോലെ ചെയ്ത ഇബാദത്തുകളൊന്നും അല്ലാഹുക്ക് വേണ്ട. അല്ലാഹു പഠിപ്പിച്ച നിബന്ധനകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഷഅബാനിലേക്കും റമദാനിലേക്കും ഒക്കെ പ്രവേശിക്കാൻ കഴിയണം. ജീവിതം മുഴുവനും ആ രൂപത്തിൽ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാ എന്ന് വിളിക്കുന്നിടത്ത്, അല്ലാഹുവേ എന്ന് വിളിച്ച് ദുആ ചെയ്യേണ്ടിടത്ത് റബ്ബല്ലാത്ത മഹത്തുക്കളെയോ റബ്ബല്ലാത്ത വ്യക്തികളെയോ റബ്ബല്ലാത്ത ശക്തികളെയോ വിളിച്ചാൽ പിന്നെ അവൻ്റെ ഇബാദത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ല. കാരണം എന്താ? വലഖദ് ഊഹിയ ഇലൈക, നബിയെ നിനക്ക് നാം വഹീ നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹീ നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നബിയെ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ ലയഹ്ബതന്ന അമലുക, അമലുകളൊക്കെ ബാത്തിലായി പോകും നബിയേ. അള്ളാഹ്ക്ക് പങ്കു ചേർത്താൽ അള്ളാഹിൻ്റെ റസൂല് തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ആ റസൂലിനോട് പോലും ആ വാക്ക് പ്രയോഗിക്കാനുള്ള കാരണം എന്താ? ഹബീബിലാണ് ശിർക്ക് എന്ന ദുൽമ് വരുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക, അമല് ബാത്തിലാവും. അതുകൊണ്ട് ശിർക്ക് കലർന്നോ, തകിട് കെട്ടി, ഏലസ് കെട്ടി, ഐക്കല്ല് കെട്ടി ജീവിതത്തിൽ റബ്ബല്ലാത്തവരിലേക്ക് പരമേൽപ്പിച്ച് അല്ലാഹു അല്ലാത്തവർ എന്നെ സംരക്ഷിക്കുന്നുണ്ട്, എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന വിശ്വാസം പേറി ജീവിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തിന് റബ്ബിൻ്റെ അടുത്തൊരു വിലയില്ല നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ രംഗം, ആ മേഖല നന്നാക്കി ശുദ്ധീകരിച്ചിട്ട് വേണം പ്രവേശിക്കാൻ. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇരുതല മൂർച്ചയുള്ള കാളസർപ്പമാണ് നിന്റെ നാവ്. ആ നാവിനെ നീ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് കുത്തിപ്പറഞ്ഞതുണ്ടാകും, ആക്ഷേപിച്ച് പറഞ്ഞതുണ്ടാകും, ആളുകളെപ്പറ്റി കളവ് പ്രചരിപ്പിച്ചതുണ്ടാകും, ആരെയെങ്കിലുമൊക്കെ ഈബത്തും നമീമത്തും പ്രചരിപ്പിച്ച് നാട്ടിലൂടെ നമ്മൾ നടന്നിട്ടുണ്ടാകും. അവരൊക്കെ കണ്ടൊന്ന് പൊരുത്തപ്പെടിക്കണം. കഴിയോ? റമദാനിന് വേണ്ടി നടത്തുന്ന മുന്നൊരുക്കത്തിന്റെ കൂട്ടത്തിൽ ആളുകളുമായി, മനുഷ്യരുമായി നടത്തിയ ഇടപാടിന്റെ മേഖലയിൽ, ഇടപെടലുകളുടെ മേഖലയിൽ പരാജയം സംഭവിച്ചുകൂടാ. വാങ്ങിയ ഇടപാടുകൾ ഉണ്ടാവും, കൊടുത്തു തീർക്കുകയോ സംസാരിച്ചൊരു ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്യണം. നോമ്പിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ മറ്റുള്ളവർ ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ഇസ്ലാമിൽ പിന്നെ വലിയ വിലയുള്ളതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഉംറക്കോ ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനും ഇടപാടൊക്കെ നടത്താണെങ്കിൽ ഓരോടുത്ത് നമ്മൾ പോകുമല്ലോ. ഞാനിങ്ങനെ ഹജ്ജിന് പോവുകയാണ്, എനിക്ക് പ്രാവശ്യം ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, നമ്മളെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറയും. എന്തേ?
ഹജ്ജ് മഖ്ബൂലാകണമെങ്കിൽ ആളുകളുമായുള്ള ഈ ഇടപെടൽ ശരിയാവണമെന്ന് നമുക്കറിയാം. അത് ഹജ്ജിന് മാത്രമുള്ള നിബന്ധനയല്ല, അല്ലെങ്കിൽ ഉംറക്ക് മാത്രമുള്ള നിബന്ധനയല്ല. നിസ്കാരത്തിന് നിബന്ധന ഉണ്ട്, നോമ്പിന് നിബന്ധന ഉണ്ട്. റമദാനിന്റെ ഖൈറിന് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ നിബന്ധന ബാധകമാണ്. നമുക്കറിയാത്തതുകൊണ്ടല്ല, നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മളൊരു അശ്രദ്ധയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞത്? ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കി വാട്സപ്പിൽ മൊത്തത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പെരുന്നാളും നോമ്പ് ആശംസകളും ഒക്കെ അറിയിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ ഞാനോ എൻ്റെ കുടുംബമോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്നുണ്ട് മൊത്തത്തിലുണ്ട് അയച്ചു കൊടുക്കുക. അതാണോ പൊരുത്തപ്പെടിക്കലും? അതാണോ ഇടപെടൽ തീർക്കലും? അല്ല. നേരിട്ട് കണ്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചെങ്കിലും സംസാരിച്ച് ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു, ഞാൻ നിങ്ങളെപ്പറ്റി തെറ്റിദ്ധരിച്ചിരുന്നു, നിങ്ങളെ സംബന്ധിച്ചൊരു കളവ് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്, നിങ്ങളുടെ സമ്പത്തിൻ്റെ രൂപത്തിൽ എൻ്റെ പോക്കറ്റിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയ കടം അത് ഞാൻ തിരിച്ചു തരാൻ വൈകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനൊരു ഒത്തുതീർപ്പിലെത്തി പരിഹരിച്ച് പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയുമോ? അവിടെയാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് വിലയുള്ളൂ. അപ്പോഴേ നമ്മളെ ഇബാദത്തിന് വിലയുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സമാനമാണ് സഹോദരങ്ങളെ കുടുംബബന്ധം പുലർത്തൽ. കുടുംബ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകളുണ്ടെങ്കിൽ ആ വിള്ളലുകൾ തിരുത്തണം. അയൽപ്പക്ക ബന്ധങ്ങളിൽ, ആദർശ ബന്ധങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വേണം റമദാനിലേക്ക് അടുക്കാറാൻ. ആ രൂപത്തിൽ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദത്ത് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാവണം നമ്മുടെ അമലുകൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല എൻ്റെ ഇബാദത്തുകളെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പ്രവേശിക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അല്ലാഹു ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വരാനിരിക്കുന്ന റമദാനിലേക്ക് റാഹത്തോടുകൂടി പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിൻ്റെ മുഴുവൻ ഖൈറും ബർക്കത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദത്ത് കൊണ്ട് റമദാനിന് വേണ്ടി ശഅബാനിൽ ഒരുങ്ങാനുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള, റാഹത്തോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله.